ഹലോ, ഗുഡ് മോർണിംഗ്. സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്ന കേട്ടോ. ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടോ? ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാൻ കേട്ടോ. അതായത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് അമേരിക്കയിൽ പോകണമെന്നുള്ള ആഗ്രഹം വന്നിട്ട് ആ കുട്ടി അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് എങ്ങനെ അമേരിക്കയിൽ പോകാൻ സാധിക്കും? അപ്പോൾ ആരോ പറഞ്ഞു ഒരു ശംഖ് ഉണ്ടെന്ന് തലേണയുടെ അടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കയിൽ പോകാൻ പറ്റുമെന്ന്. പെട്ടെന്ന് തന്നെ ഒരു ശംഖൊക്കെ സംഘടിപ്പിച്ച് തലേണയുടെ അടിയിൽ കൊണ്ടുവന്ന് വെച്ചു. 7ാം ക്ലാസ് കഴിഞ്ഞു, 8 കഴിഞ്ഞു, 9 കഴിഞ്ഞു, 10 കഴിഞ്ഞു, ദെൻ +2. വെറും മലയാളം മീഡിയത്തിൽ പഠിച്ചിരുന്ന ഒരു കുട്ടിയാണെന്ന് ഓർക്കണം. +2 കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞു, വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു BEdും ചെയ്തു. അപ്പോഴാ കുട്ടി പറയുന്നുണ്ട്, എനിക്ക് BEd ചെയ്തിട്ട് ഒരു ടീച്ചർ ആവണ്ട, ടീച്ചർ ആവാനായിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല എന്നാ കുട്ടി പറയുന്നുണ്ട്. പക്ഷേ ജോലി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് BEd വീട്ടുകാർ നിർബന്ധിച്ച് ചെയ്യിച്ചത്. അവസാനം വിദേശത്തേക്കുള്ള ജോലികളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ജോലികൾ കിട്ടാതെ വന്നപ്പോഴും ഒരു സ്റ്റഡി വിസ എടുക്കാൻ തീരുമാനിച്ചു. ആ സമയത്താണ് ന്യൂസിലൻഡ് യൂണിവേഴ്സിറ്റീസും മനോരമയും കൂടി ഒരു എക്സ്പോ എറണാകുളത്ത് വെച്ച് നടത്തുന്നത്. അവിടെ ചെന്ന് അവിടെ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുത്തു. ന്യൂസിലൻഡിലേക്കുള്ള സ്റ്റഡി വിസ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടായി. അങ്ങനെ സ്റ്റഡി വിസ എടുത്തു. വെറും 15 ദിവസത്തിനുള്ളിലാണ് വിസ എടുത്ത് ന്യൂസിലൻഡിൽ എത്തിച്ചേർന്നത്. 2 വർഷത്തെ കോഴ്സ് ഇവിടെ ചെയ്തു. അതിനുശേഷം ഇവിടെ ഒരു ജോലി കിട്ടി. 2 വർഷത്തിന് ശേഷം റെസിഡൻസി കിട്ടി. അങ്ങനെ 5 വർഷത്തിന് ശേഷം സിറ്റിസണുമായി. ഇത് മറ്റാരുമല്ല, എൻ്റെ മകളാണ്. ഞാനിവിടെ ഗ്രാൻഡ് പാരന്റ് വിസയിലാണ് എത്തിയത് കേട്ടോ. ഞങ്ങൾക്കിപ്പോൾ റെസിഡൻസിയൊക്കെ ആയി. ഞങ്ങൾ സിറ്റിസൺഷിപ്പിനൊക്കെ അപ്ലൈ ചെയ്തിരിക്കുകയാണ്, കിട്ടിയിട്ടില്ല. അപ്പം ഞാനിവിടെ പറയുന്നതേ, ഇവിടെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എവിടെയും എത്തിച്ചേരാൻ സാധിക്കും. ആ കോൺഫിഡൻസിൻ്റെ ഒരു സിമ്പിളായിട്ടാണ് ആ ശംഖ് തലേണയുടെ അടിയിൽ വെച്ചത്. ഇയാൾ പോന്നു കഴിഞ്ഞ് ഏകദേശം ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അലമാരിയൊക്കെ പരിശോധിച്ച് തുണികളൊക്കെ സോർട്ട് ചെയ്ത് കൊടുക്കാൻ, പുറത്താർക്കെങ്കിലും കൊടുക്കേണ്ടവർക്ക് കൊടുക്കാന്നൊക്കെ വിചാരിച്ച് കട്ടില്, മെത്ത, തലേണ ഒക്കെ പരിശോധിച്ചപ്പോഴാണ് ഈ ശംഖ് അവിടെ ഇരിക്കുന്നത് കണ്ടത്. എനിക്കറിയില്ലായിരുന്നു ഈ സംഭവം അവിടെ വച്ചേക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചപ്പോഴാണ് അയാൾ എന്നോട് പറഞ്ഞത്, ഇങ്ങനെ 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടുവന്ന് വെച്ച ശംഖാണ് അത്. എത്ര കൊല്ലം അതവിടെ ഇരുന്നു എന്ന് വിചാരിക്കാം. എല്ലാ ദിവസവും രാത്രി കിടക്കുമ്പോൾ ഈ ശംഖ് അവിടെ ഉണ്ടല്ലോ എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ അതൊരു കോൺഫിഡൻസ് ഉണ്ടാക്കാനുള്ള ഒരു സിമ്പിളായിട്ടാണ് നമുക്ക് കണക്കാക്കാവുന്നത്. നിങ്ങൾ ശംഖ് വയ്ക്കണമെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്നും നിങ്ങൾക്ക് അതേപോലുള്ള ആഗ്രഹങ്ങൾ നിലനിൽക്കും. ആ ആഗ്രഹങ്ങളെ ഒന്നുകൂടി ഉറപ്പിക്കാനായിട്ട് ഇതുപോലുള്ള സിമ്പിൾസിന് സഹായിക്കാൻ പറ്റും. അപ്പം അതുപോലെ എല്ലാവരും അമിതമായിട്ട് തന്നെ ആഗ്രഹിക്കുക. അപ്പം നമുക്ക് ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള ഒരു വഴി തെളിഞ്ഞു വരും, എവിടെയെങ്കിലും ഒരു പാത തെളിഞ്ഞു വരും. അപ്പം ഇത്തരത്തിലേക്ക് മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ ചെന്ന് എത്താനും ജീവിതത്തിൽ വിജയം നേടാനും ആഗ്രഹിക്കുന്ന ആളുകൾ ഇതുപോലുള്ള സിമ്പലുകളെ ആശ്രയിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. നിങ്ങളും നല്ല നല്ല സ്വപ്നങ്ങൾ കാണുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. മറ്റാരോടും പറയാതിരിക്കുക. ആരും പറയുന്ന കളിയാക്കലുകളോ അവരുടെ നെഗറ്റീവ് വേർഡ്സോ ഒന്നും കേൾക്കാതിരിക്കുക. ഒന്നും മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾക്ക് എത്തിച്ചേരണം എന്നുള്ള ആഗ്രഹം മാത്രം നിങ്ങൾക്കുണ്ടായിരിക്കുക. എല്ലാം ശരിയായിട്ട് നമുക്ക് അവരോട് പറയാം. നിങ്ങളൊരു ഏജൻസി വഴിയാണെങ്കിൽ അതുവഴി, അല്ലെങ്കിൽ സ്വയം ജോലി നോക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു സ്റ്റഡി വിസ എടുക്കുകയാണെങ്കിൽ അങ്ങനെ ഈ രാജ്യങ്ങളിൽ എത്തിച്ചേരാൻ നോക്കുക കേട്ടോ. ഇവിടെ എല്ലാ ജോലികൾക്കും അതിൻ്റെതായ ഡിഗ്നിറ്റി ഉണ്ട്. നമ്മുടെ നാട്ടിൽ താഴ്ന്ന ജോലികളൊക്കെ ചെയ്യാനായിട്ട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. ഇവിടെ താഴ്ന്ന ജോലിയും വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ആ ജോലികൾ ചെയ്യാനായിട്ട് യാതൊരു മടിയും ആർക്കുമില്ല. ഇവിടെ ക്ലീനിങ് ജോബൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ അവർക്ക് നല്ല ഡിഗ്നിറ്റി ഉണ്ട് സമൂഹത്തിൽ. അപ്പം അതുകൊണ്ട് എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാവണമെങ്കിൽ നമ്മൾ ഇതുപോലുള്ള ഒരു രാജ്യത്ത് വന്നെത്തണം. അതുപോലെ തന്നെ ജോലി ചെയ്ത ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ നമ്മൾ ജീവിതം എൻജോയ് ചെയ്യുകയാണ്. നാട്ടിലെ പോലെയല്ല, ഇവിടെ കുറച്ചുകൂടി സൗകര്യങ്ങളുണ്ട്. നമ്മുടെ കുട്ടികൾക്കും നല്ല വിദ്യാഭ്യാസം നേടുന്നതിനും അവർക്കും ഇതുപോലുള്ള ഒരു സംസ്കാരത്തിൽ ജീവിക്കാനും അവസരം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ജോലിക്ക് ശ്രമിക്കുക കേട്ടോ. ഞാൻ ഇന്ന് ഇവിടെ ഒരു ലിങ്ക് ഇടുന്നുണ്ട്. നിങ്ങൾ അതിൽ നിന്ന് ജോബ്സ് ഒക്കെ സെർച്ച് ചെയ്തിട്ട് കണ്ടെത്തുക. അല്ലെങ്കിൽ ആ കമ്പനീനെയും സെർച്ച് ചെയ്തിട്ട് അതിൽ നിന്നും ജോബ് കണ്ടെത്തുക. അല്ലെങ്കിലോ
Indeed.com, Seek.com ഇതിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഇതുപോലെ സ്പോൺസേർഡ് ആയിട്ടുള്ള ജോബ്സ് കണ്ടെത്തി അതിന് അപ്ലൈ ചെയ്യുക. ഓക്കെ, ലിങ്കിലേക്ക് പോവാം. ടുഡേയ്സ് സ്പോൺസർഷിപ്പ് ജോബ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, കുക്ക് ഫോർ ലീഡിംഗ് റെസ്റ്റോറൻറ്റ്. സ്പോൺസർഷിപ്പ് അവൈലബിൾ ആണ്. കമ്പനി നെയിം എയ്റ്റ് ട്രിനിറ്റി. ബോയിൽ മേക്കേഴ്സ്, പൈപ്പ് ഫിറ്റേഴ്സ്, ഫാബ്രിക്കേറ്റേഴ്സ്. വർക്ക്ഷോപ്പ് ബേസ്ഡ് ആയിട്ടുള്ള സ്പോൺസർഷിപ്പ് ജോബാണ്. സ്റ്റീൽ വർക്ക്സ് എഞ്ചിനീയറിംഗ്. ഹൈഡ്രോളിക് ഫിറ്റർ, കാൽക്കോട്ട് ഡൗണി എഞ്ചിനീയറിംഗ്. സീനിയർ ഹെയർ ഡ്രസ്സർ, വിസ സ്പോൺസർഷിപ്പ് ഉണ്ട്. സ്റ്റെഫാൻ ഹെയർ ഫാഷൻസ്. ഇത് എപ്പോഴും കാണാറുണ്ട്, സ്റ്റെഫാൻ ഹെയർ ഫാഷൻസിൻ്റെ ജോബ്. റീജിയണൽ സെയിൽസ് മാനേജർ, യുവർ മെഡിക്കൽ വർക്ക് ഫോഴ്സ്. ഇൻറ്റേൺഷിപ്പ് ജോബ്സും വിസ സ്പോൺസർഷിപ്പ് ഉള്ളതുണ്ട്. ജോബ് റെഡി കൺസൾട്ടൻസി. ഇത് ഒരു കൺസൾട്ടൻസിയാണ്, ഒരു ഏജൻസിയാണ്. അവരാണ് ഈ ജോബ് കൊടുക്കുന്നത്. എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ്. ഫ്യൂച്ചറിലുള്ള ജോബ്സിന് നമ്മളിപ്പോഴേ തന്നെ ഇൻട്രസ്റ്റ്. എർത്ത് മൂവിംഗ് പ്ലാന്റ് ഓപ്പറേറ്റർ, PhD കൺസ്ട്രക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. PhD കൺസ്ട്രക്ഷൻസ്. ഹോഴ്സ് ബ്രേക്കർ, ജെറോം ഹണ്ടർ റേസിംഗ്. കുതിരകളെയൊക്കെ എന്തോ ചെയ്യുന്നതാണ്, എനിക്കറിയില്ല അതിൻ്റെ ഡീറ്റെയിൽസ്. രജിസ്റ്റേർഡ് നേഴ്സ്, സ്പോൺസർഷിപ്പ് ഉണ്ട്. പല സ്ഥലത്തേക്ക് ആവശ്യമുണ്ട്, അതായത് 4 സ്റ്റേറ്റിൻ്റെ പേരൂടെ കൊടുത്തിട്ടുണ്ട്. ബേഴ്സ്വുഡ് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ്. എക്സ്കവേറ്റർ ഓപ്പറേറ്റർ, PhD കൺസ്ട്രക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചർ, ഓണേഴ്സ് ആൻഡ് മാസ്റ്റേഴ്സ്, സസ്ക്വാന ഇൻ്റർനാഷണൽ ഗ്രൂപ്പ്. ഇലക്ട്രിക്കൽ ലൈൻസ് വർക്കർ, PhD കൺസ്ട്രക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. പേസ്ട്രി ഷെഫ്, സ്പോൺസർഷിപ്പ് അവൈലബിൾ ആണ്. ഫുഡ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. ഡാമ സ്പോൺസർഷിപ്പാണ് കൊടുക്കുന്നത്. ഏർലി റൈസ് ബേക്കിംഗ് കമ്പനി, യാർലി റൈസ് ബേക്കിംഗ് കമ്പനി. ഡീസൽ മോട്ടോർ മെക്കാനിക്, PhD കൺസ്ട്രക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. വെൽഡർ, വേൾഡ്പൂൾ ഓസ്ട്രേലിയ. ഇത് നേരത്തെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള കമ്പനിയാണ്. ഹെവി ഡീസൽ മെക്കാനിക്, സ്പോൺസർഷിപ്പ് ഉണ്ട്. കംപ്ലീറ്റ് ടയർ സൊല്യൂഷൻസ്. ഷെഫ് കുക്ക്, ട്രീൻഡേൽ ഫാം ഹോട്ടൽ, സ്പോൺസർഷിപ്പ് ഉണ്ട്. ലോക്കൽസോ, ഇതൊരു ഏജൻസിയാണെന്ന് തോന്നുന്നു. ലോക്കൽസോ. മോട്ടോർ മെക്കാനിക്, വേൾഡ്പൂൾ ഓസ്ട്രേലിയ. ഹോഴ്സ് ട്രെയിനർ, ഷെയ്ലർ റേസിംഗ്. രജിസ്റ്റേർഡ് നേഴ്സ്, 482 വിസയാണ്. സ്പോൺസർഷിപ്പ് ഉണ്ട്. കെയർ ഏജ്ഡ് കെയർ. എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ്, പല ജോലികൾക്കായിട്ട് മൾട്ടിപ്പിൾ റോൾസിന്. ബ്രിൻഡാബെല്ല ക്രിസ്ത്യൻ കോളേജ്, കാൻബറ. ഫിസിയോതെറാപ്പിസ്റ്റ്, ഇതും പല സ്റ്റേറ്റിലേക്ക് ആവശ്യമുണ്ട്. സ്പോൺസർഷിപ്പ് അവൈലബിൾ ആണ്. ബേഴ്സ്വുഡ് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇനി നിങ്ങൾ എടുക്കുമ്പോൾ നെക്സ്റ്റ് പേജിലേക്ക് കൂടി പോകുന്നുണ്ട്. ഓപ്പറേഷൻസ് മാനേജർ, ജെനിസിസ് ഹെൽത്ത് സർവീസസ്. ഷെഫ്, ഗുഡ് ഓൾഡ് ബുക്ക. കാർപ്പൻ്റർ ആൻഡ് ലീഡിംഗ് ഹാൻഡ്, സാഗോ ബിൽഡ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇതെല്ലാം നമുക്ക് പരിചയമുള്ള കമ്പനികളാണ്. സാഗോ ബിൽഡ് പ്രൈവറ്റ് ലിമിറ്റഡ്. രജിസ്റ്റേർഡ് നേഴ്സ്, മാർസ് റിക്രൂട്ട്മെൻറ്റ്. നോർത്തേൺ ഓസ്ട്രേലിയയിലേക്കാണ്. രജിസ്റ്റേർഡ് നേഴ്സ്, യുണൈറ്റിംഗ്. കമ്പനി നെയിം യുണൈറ്റിംഗ്. വീണ്ടും അടുത്ത പേജിലേക്ക് പോയാൽ വീണ്ടും നമുക്ക് 5 days ago 3 days ago കണ്ട ജോലികൾ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ കമ്പനി നെയിം വെച്ചോ അല്ലെങ്കിൽ ഈ ലിങ്ക് വഴിയോ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, സീ യു ലേറ്റർ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വാസത്തോടു കൂടി ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരെ സീ യു, ബൈ.